ഹായ് ഓൾ, വെൽക്കം ടു PSC Eduvalley. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2021 വന്നിട്ടുള്ള നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള സൈക്ലോൺസും ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. കറണ്ട് അഫെയർ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ചെയ്തേക്കുന്നത്. സോ സൈക്ലോൺസ് ഇൻ 2021 ആൻഡ് റിലേറ്റഡ് ഫാക്റ്റ്, അതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ 2021 ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് സംഭവിച്ച ചുഴലിക്കാറ്റാണ് ടൗട്ടെ. ഓക്കെ, ടൗട്ടെ ചുഴലിക്കാറ്റ്. ആൻഡ് അത് ഫോം ചെയ്തത് 2021 മെയ് 14 ഫോം ചെയ്തത്. ഈ ടൗട്ടെ എന്ന് പറയുന്ന പേര് കൊടുത്തത് മ്യാൻമാർ ആണ്. ഓക്കെ, ആ പേരിൻ്റെ അർത്ഥം ഗെക്കോ എന്നാണ്. സ്പെല്ലിംഗ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഗെക്കോ എന്നാണ് പ്രിനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗെക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർമൻ ലിസാർഡാണ്. നമ്മുടെ പല്ലി, ഓന്ത് അതുപോലെയുള്ള ഒരു ലിസാർഡാണ്, ബർമൻ ലിസാർഡാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 2021 ആദ്യത്തെ സൈക്ലോൺ ആണ് ടൗട്ടെ. 2021 മെയ് 14 അത് ഫോം ചെയ്തത്. ആ പേര് സജസ്റ്റ് ചെയ്തത് മ്യാൻമാർ ആണ്. ആൻഡ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗെക്കോ, ഇറ്റ്സ് എ ബർമൻ ലിസാർഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദ മോസ്റ്റ് എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരള, കർണാടകയൊക്കെ ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ ആ വഴി കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരളയൊക്കെയാണ് മോസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ ഡിസിപ്പേറ്റഡ് ആയത്, ടൗട്ടെ ചുഴലിക്കാറ്റ് ഡിസിപ്പേറ്റഡ് ആയത് മെയ് 19. സോ 2021 മെയ് 14 ഫോം ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ട് 2021 മെയ് 19 ഡിസിപ്പേറ്റഡ് ആയി. ആൻഡ് ആ പേര് കൊടുത്തത് മ്യാൻമാർ ആണ്. ആൻഡ് ആ പേരിൻ്റെ അർത്ഥം ഗെക്കോ, ഇറ്റ്സ് എ ബർമൻ ലിസാർഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പെല്ലിങ് ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിലും നമ്മൾ പ്രിനൗൺസ് ചെയ്യേണ്ടത് ഗെക്കോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2021 മെയ് 14 ഫോം ചെയ്തു, 19 ഡിസിപ്പേറ്റഡ് ആയി. മ്യാൻമാർ പേര് കൊടുത്തു, ഗെക്കോ എന്നാണ് അതിൻ്റെ അർത്ഥം, ബർമൻ ലിസാർഡ്. മോസ്റ്റ് എഫക്റ്റഡ് ഏരിയ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി രണ്ടാമതായി വന്ന ചുഴലിക്കാറ്റാണ് യാസ്. ഓക്കെ, യാസ് ചുഴലിക്കാറ്റ്. ഇത് ഫോം ചെയ്തത് മെയ് 23. സോ 2021 മെയ് 23 ഇത് ഫോം ചെയ്തത്. ഈ പേര് കൊടുത്ത രാജ്യം ഒമാൻ ആണ്. ഈ പേരിൻ്റെ അർത്ഥം ജാസ്മിൻ ഫ്ലവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യാസ് ചുഴലിക്കാറ്റിന് ആ പേര് കൊടുത്ത രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒമാൻ. ആൻഡ് ആ പേരിൻ്റെ അർത്ഥം എന്താണ്? ജാസ്മിൻ ഫ്ലവർ ആൻഡ് മുല്ലപ്പൂ അല്ലേ. ഓക്കെ, അപ്പോൾ 2021 മെയ് 23 ഫോം ചെയ്തു. പേര് കൊടുത്ത രാജ്യം ഒമാൻ ആണ്. ജാസ്മിൻ ഫ്ലവർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ആൻഡ് അത് ഡിസിപ്പേറ്റഡ് ആവുന്നത് മെയ് 28. ദ മോസ്റ്റ് എഫക്റ്റഡ് ഏരിയാസ് എന്ന് പറയാവുന്നത് ഒഡീഷ, ബംഗാൾ പ്രദേശങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മെയ് 23 ഫോം ചെയ്തു, 28 ഡിസിപ്പേറ്റഡ് ആയി. മോസ്റ്റ് എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഒഡീഷ ആൻഡ് ബംഗാൾ. ആൻഡ് പേര് കൊടുത്തത് യാസ് ചുഴലിക്കാറ്റിന്, യാസ് എന്ന പേര് കൊടുത്തത് ഒമാൻ ആണ്. പേര് കൊടുത്ത രാജ്യം ഒമാൻ ആണ്. ആൻഡ് ആ ഫ്ലവർ മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ജാസ്മിൻ ഫ്ലവർ. യാസ് എന്നുള്ളതിൻ്റെ മീനിങ് ജാസ്മിൻ ഫ്ലവർ എന്നുള്ളതാണ്. ദ മോസ്റ്റ് എഫക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒഡീഷ ആൻഡ് ബംഗാൾ എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ചുഴലിക്കാറ്റ് ആക്ച്വലി ഗുലാബ് ആൻഡ് ഇനി നെക്സ്റ്റ് വരുന്ന ഷഹീൻ, രണ്ടിനെയും ഒരുമിച്ചാണ് പറയുക. ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ റീഫോർമേഷൻ ആണ് ആക്ച്വലി ഷഹീൻ എന്ന് പറയുന്നത്. സോ രണ്ടിനെയും കമ്പൈൻ ചെയ്തും പറയാറുണ്ട്. ഞാനിവിടെ ഫോം ചെയ്ത ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു ഓർഡറിലാണ് ഗുലാബ് ആൻഡ് ഷഹീൻ എന്ന് രണ്ടായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗുലാബ് ചുഴലിക്കാറ്റ് ഫോം ചെയ്തത് സെപ്റ്റംബർ 24 ഓക്കെ, 2021 സെപ്റ്റംബർ 24 ഗുലാബ് ചുഴലിക്കാറ്റ് ഫോം ചെയ്തത്. ആ പേര് കൊടുത്തത് ഹിന്ദി പേരാണ്, പക്ഷെ നമ്മളല്ല പേര് കൊടുത്തത്, പാകിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ഗുലാബ് എന്ന പേര് കൊടുത്തത് ആരാണ്? പാകിസ്ഥാനാണ് പേര് കൊടുത്തിട്ടുള്ളത്. പേരിൻ്റെ അർത്ഥവും നമുക്കറിയാം എന്താണ്? പനിനീർ പൂവ് അല്ലെങ്കിൽ റോസ് എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഗുലാബ് എന്ന പേര് കൊടുത്തത് പാകിസ്ഥാനാണ്. 24 അത് ഫോം ചെയ്തത്. 28 അത് ഡിസിപ്പേറ്റഡ് ആയി. ഓക്കെ, 24 ഫോം ചെയ്തു. 28 ഗുലാബ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഡിസിപ്പേറ്റഡ് ആയി. ആൻഡ് പാകിസ്ഥാനാണ് ആ പേര് കൊടുത്തത്. പേരിൻ്റെ അർത്ഥം റോസ് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. സെപ്റ്റംബർ മാസത്തിൽ ആവറേജ് റെയിൻഫോളിനേക്കാളും ഏകദേശം പകുതിയിലേറെ 54-55% അധിക മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ളത് ഏതായിരുന്നു? ഈ ഗുലാബ് ചുഴലിക്കാറ്റാണ്. ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ ആവറേജ് റെയിൻഫോളിനേക്കാളും 54-55% അധിക മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ളത് ആരാണ്? ഗുലാബ് ചുഴലിക്കാറ്റാണ്. ക്ലിയർ? ഇനി അടുത്ത ചുഴലിക്കാറ്റാണ് ഷഹീൻ.
ഗുലാബ് ആൻഡ് ഷഹീൻ എന്ന് ഒരുമിച്ചാണ് പറയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുപോലെ തന്നെ ഗുലാബ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ വെച്ച് റീഫോം ചെയ്തു. ആ റീഫോർമേഷനാണ് ഷഹീൻ. ഓക്കെ, അപ്പോൾ ഗുലാബ് ചുഴലിക്കാറ്റിന്റെ റീഫോർമേഷനാണ് ഷഹീൻ. ആൻഡ് അത് റീഫോം ചെയ്തത് എന്നാണ് 2021 സെപ്റ്റംബർ 30-നാണ്. സോ ഷഹീൻ ചുഴലിക്കാറ്റ് ഫോം ചെയ്തത് സെപ്റ്റംബർ 30-നാണ്. ഇനി നോക്കാം, ഖത്തറാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഖത്തറാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. പേരിന്റെ അർത്ഥം ഫാൽക്കൺ എന്നാണ്. ഫാൽക്കൺ. ഓക്കെ, അപ്പോൾ ഷഹീൻ എന്ന പേരിന്റെ അർത്ഥം ഫാൽക്കൺ എന്നാണ്. ഖത്തറാണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, സെപ്റ്റംബർ 30-നാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ഗുലാബ് ചുഴലിക്കാറ്റിന്റെ റീഫോർമേഷൻ ആയിരുന്നു ഷഹീൻ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഒക്ടോബർ 4-നാണ് അത് ഡിസിപ്പേറ്റഡ് ആവുന്നത്. ഓക്കെ, ഒക്ടോബർ 4-ന് അത് ഡിസിപ്പേറ്റഡ് ആയി. സോ സെപ്റ്റംബർ 30-ന് ഫോം ചെയ്തു, ഒക്ടോബർ 4-ന് അത് ഡിസിപ്പേറ്റഡ് ആയി. ഓക്കെ, ഇനി അടുത്തത് അല്ലെങ്കിൽ അവസാനമായിട്ട് സംഭവിച്ച ചുഴലിക്കാറ്റ്, അവസാനമായി വന്ന ചുഴലിക്കാറ്റാണ് ജാവദ്. ജാവാദ് എന്നും പറയാറുണ്ട്. ഓക്കെ, ജാവദ്. സോ ഈ ഒരു ചുഴലിക്കാറ്റ് ഫോം ചെയ്തത് ഡിസംബർ 2-നാണ്. സോ 2021 ഡിസംബർ 2-നാണ് ഈ ജാവദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജവാദ് എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് പേര് കൊടുത്തത് സൗദി അറേബ്യയാണ്. ഓക്കെ, ജവാദ് എന്ന് പറയുന്ന പേര് കൊടുത്തത് സൗദി അറേബ്യയാണ്. ആ പേരിന്റെ അർത്ഥം ജനറസ് അല്ലെങ്കിൽ മേഴ്സിഫുൾ, കരുണാമയൻ, ദയയുള്ളവൻ എന്നുള്ളതൊക്കെയാണ് അർത്ഥം. വളരെ നാശനഷ്ടങ്ങളൊക്കെ കുറച്ചാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വരുത്തിയിട്ടുള്ളൂ. ടൗട്ടയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വെച്ചത്. ജാവദ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പേര് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞേട്ടോ. കുറച്ച് കരുണയുള്ള ആളാണ് എന്നുള്ളത് രീതിയിൽ ഓർത്ത് വയ്ക്കാം. സോ സൗദി അറേബ്യയാണ് ജാവദ് എന്നുള്ള പേര് കൊടുത്തത്. ആൻഡ് അതിന്റെ മീനിങ് എന്താണ്? ജനറസ് ഓർ മേഴ്സിഫുൾ മീൻസ് കരുണാമയൻ, ദയയുള്ളവൻ എന്നുള്ളതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഡിസംബർ 2-നാണ് ഫോം ചെയ്യുന്നത്. ഇനി തമിഴ്നാടാണ് മോസ്റ്റ് എഫക്റ്റഡ് ഏരിയ. ആൻഡ് അത് ഡിസിപ്പേറ്റഡ് ആവുന്നത് ഡിസംബർ 6-നാണ്. സോ ഡിസംബർ 2-ന് ഫോം ചെയ്തു, ഡിസംബർ 6-ന് ഡിസിപ്പേറ്റഡ് ആയി. പേര് കൊടുത്തത് സൗദി അറേബ്യയാണ്. അർത്ഥം കരുണാമയൻ, ജനറസ് ഓർ മേഴ്സിഫുൾ, ദയയുള്ളവൻ, അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ 5-ലേറെ തവണ ചെന്നൈയിൽ അടുപ്പിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നതും ഈ ഒരു ജാവദ് ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. IMD ആണ് അലേർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ജാവദുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ചെന്നൈയിൽ 5-ലേറെ തവണ റെഡ് അലേർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അനൗൺസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ജാവദ് ചുഴലിക്കാറ്റിന്റെ സമയത്തായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഡിസംബർ 2-നാണ് ഫോം ചെയ്തത്, 6-ന് ഡിസിപ്പേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ഇപ്പോൾ കഴിഞ്ഞ ജാവദിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് IMD ആണ് അലേർട്ട് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വാട്ട്സ് IMD? IMD എന്താണ്? ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, IMDയുടെ ഫുൾ ഫോം ആണ് പറയുന്നത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഒരു ഏജൻസിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെട്രോളജിക്കൽ ഒബ്സർവേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, naming and distribution of warning for tropical cyclones in the northern Indian Ocean region and seismology. ഓക്കെ, അപ്പോൾ IMD എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയുടെ ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞത്. മീട്രോളജിക്കൽ ഒബ്സർവേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ നോർത്തേൺ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഫോം ചെയ്യുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ പേര് നൽകുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ വാണിങ്ങുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ധർമ്മം അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി. IMDയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത പോയിന്റ് ആണ് 1875-ലാണ് ഇത് ഫോം ചെയ്തത്. സോ IMD ഇസ് ഫോംഡ് ഓൺ എന്നാണ് 1875-ലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് അറിഞ്ഞിരിക്കുക. ഡൽഹിയിലാണ്, മൗസം ഭവൻ ഡൽഹി എന്നുള്ളത് ഓർത്തിരിക്കുക. സോ IMDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ്? മൗസം ഭവൻ ഡൽഹി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ IMD എന്ന് വെച്ച് തന്നെ പഠിക്കാം. ഡൽഹിയാണ് മൗസം ഭവൻ. ആൻഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഏജൻസി ആണെന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. സോ മൗസം ഭവൻ ഡൽഹി ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി മോട്ടോ, നമുക്ക് എന്തിനും ഒരു മോട്ടോ ഉണ്ടായിരിക്കും, ഒരു സ്ലോഗൻ ഉണ്ടായിരിക്കും. സോ IMDയുടെ മോട്ടോ എന്ന് പറയുന്നത് ആദിത്യാത് ജായതേ വൃഷ്ടി എന്നുള്ളതാണ്. ഓക്കെ, ആദിത്യാത് ജായതേ
വൃഷ്ടി. അതായത് സൺ ഈസ് ദ കോസ് ഓഫ് റെയിൻ, മഴയ്ക്ക് കാരണം സൂര്യനാണ്. ഓക്കെ, മഴയ്ക്ക് കാരണം സൂര്യനാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. സോ ആദിത്യാത് ജായതേ വൃഷ്ടി എന്നുള്ളതാണ് IMDയുടെ മോട്ടോ. സോ ഒന്നുകൂടെ സമപ്പ് ചെയ്ത് പറയാം. IMD എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എൻ ഏജൻസി ഓഫ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഒരു ഏജൻസിയാണ്. ആൻഡ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത് വെതർ ഫോർകാസ്റ്റിംഗ്, മെട്രോളജിക്കൽ ഒബ്സർവേഷൻ, അതുപോലെ നോർത്തേൺ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഫോം ചെയ്യുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന് പേര് കൊടുക്കുക, വാർണിംഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. 1875 അത് ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയാണ്. മൗസം ഭവൻ എന്നുള്ളത് ഓർത്തിരിക്കുക. IMD എന്നുള്ളതിനകത്ത് ഡൽഹി, മൗസം ഭവൻ, ഇന്ത്യ എന്നുള്ളത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി മോട്ടോ എന്താണ്? ആദിത്യാത് ജായതേ വൃഷ്ടി. ഓക്കെ, ആദിത്യാത് ജായതേ വൃഷ്ടി, സൺ ഈസ് ദ കോസ് ഓഫ് റെയിൻ എന്നുള്ളത് അറിഞ്ഞു വെക്കുക. സോ നമ്മൾ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ന്യൂസിലൊക്കെ ഈ ചുഴലിക്കാറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈക്ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂസിലൊക്കെ വേറൊരു പേര് കൂടെ കേൾക്കാറുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട് അതിന് മുമ്പായിട്ട്. സോ ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ മീട്രോളജി ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്ര. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മീട്രോളജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപാത്രയാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് IMDയുടെ കൂടെ വേറൊരു പേരും കൂടെ കേൾക്കാറുണ്ട്. ദാറ്റ് ഇസ് JTWC. ഈ JTWC എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് ജോയിന്റ് ടൈഫോൺ വാർണിംഗ് സെന്റർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. സോ IMD ഇങ്ങനെ അലേർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ കൂടെ തന്നെ JTWC ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസിൽ കാണാറുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ജോയിന്റ് ടൈഫോൺ വാർണിംഗ് സെന്റർ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ജോയിന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിൻ്റെയൊക്കെയോ ജോയിന്റ് ആണ് എന്നുള്ളൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ജോയിന്റ് ഓഫ് US നേവി ആൻഡ് US എയർഫോഴ്സ് കമാൻഡ്. US-ൻ്റെ ആണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്ത്യയുടെ ആണ്, ഇപ്പം നമ്മൾ പഠിക്കുന്നത് US-ൻ്റെ ആണ്. സോ US നേവിയുടെയും US എയർഫോഴ്സ് കമാൻഡിൻ്റെയും ഒരു ജോയിന്റ് ആണ് ഈ JTWC എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് പേൾ ഹാർബറിലാണ്, ഹവാലി. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് പേൾ ഹാർബറിലാണ്. ഇനി നോക്കാം, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് ഇൻ ദ നോർത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ, സൗത്ത് പസഫിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അതിൻ്റെ ഒരു റേഞ്ചാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ വാർണിംഗ്സ് ഇഷ്യൂ ചെയ്യുന്നതും നെയിമിങ്ങുമായിട്ട് അതിന് ഉത്തരവാദിത്വമുണ്ട്. നോർത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ, സൗത്ത് പസഫിക് ഓഷ്യൻ, അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ. ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തത് 1959 മെയ് 1 ഇത് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ IMD എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രോപ്പിക്കൽ സൈക്ലോൺസുമായിട്ട് കൂടുതലും ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഏജൻസിയാണെന്ന് പറഞ്ഞു. JTWC ആണ്, അത് ഇന്ത്യയുടെ അല്ല, അമേരിക്കയുടെയാണ്. US നേവി ആൻഡ് എയർഫോഴ്സ് കമാൻഡിൻ്റെ ഒരു ജോയിൻ്റ് ആണ്. ആൻഡ് JTWC സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് ടൈഫോൺ വാർണിംഗ് സെന്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻഡ് അതിൻ്റെ ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റി അറിഞ്ഞിരിക്കുക. നോർത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ, സൗത്ത് പസഫിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. ഫോം ചെയ്തിട്ടുള്ളത് 1959 മെയ് 1 ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പേൾ ഹാർബറിലാണ്. ഓക്കെ, ക്ലിയർ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സൈക്ലോൺസ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ഫാക്ട്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ക്ലാസ് പ്രത്യേകം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കാരണം പുതിയ ലെവൽ ഓഫ് എക്സാംസ് ആൻഡ് പുതിയ ലെവൽ ഓഫ് സ്റ്റഡി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നു, അതിൻ്റെ ആൻസർ അതുപോലെ പഠിച്ചു പോകുന്നു എന്നുള്ളതുകൊണ്ട് ഇനി കാര്യമില്ല, രക്ഷയില്ല. അപ്പോൾ എന്താണ്, ഒരു കാര്യം പഠിക്കുന്നതിന് ബന്ധപ്പെടുത്തിയുള്ള സകല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.